സംസ്ഥാന ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമാകും. നികുതി വർധനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. കേന്ദ്രത്തിന്റെ ധനനിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റു പോംവഴികളിൽ നിന്ന് പ്രതിരോധമാകും ഭരണപക്ഷം തീർക്കുക. സമരപരിപാടികൾ ശക്തമാക്കാൻ UDF യോഗം ഇന്ന് ചേരും. നികുതി വർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നിയമസഭാ മാർച്ച് നടത്തും. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, സംസ്ഥാന ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് ഇന്ന് നിയമസഭയിൽ തുടക്കമാവുകയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും വ്യാപകമാവുകയാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ആതിര, ധനമന്ത്രി KN ബാലഗോപാൽ 3-ാം തീയതിയാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. വലിയ നികുതി വർധനയാണ് ഈ ബജറ്റിൽ ഉണ്ടായത്. ബജറ്റിലെ നികുതി വർധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ബജറ്റ് പൊതുചർച്ചയുടെ വേളയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്ത് ഈ ഒരു നീക്കത്തെ ശക്തമായി എതിർക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് UDF തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഈ ഒരു ആക്രമണത്തെ നേരിടുന്നതിന് ഭരണപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്ന കാരണം അത് കേന്ദ്ര സർക്കാരിന്റെ ധനനിയന്ത്രണമായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ ധനനിയന്ത്രണം മൂലം സംസ്ഥാനത്തിന് ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ മറ്റ് മാർഗമില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് എന്നായിരിക്കും ധനമന്ത്രി KN ബാലഗോപാലും അതുപോലെ തന്നെ മറ്റ് ഭരണപക്ഷ അംഗങ്ങളും പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 2 രൂപ വർദ്ധിപ്പിച്ച ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് അത് ചിലപ്പോൾ 1 രൂപയായി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. CPM CPI സംസ്ഥാന സെക്രട്ടറിമാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിയ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ ബജറ്റ് ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ബജറ്റ് നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെടുക. ഇപ്പോഴുള്ളത് ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാവുക എന്ന സൂചന ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാർ തന്നെ നൽകുമ്പോൾ അത് ഒരുപക്ഷെ ഈ 2 രൂപ വിലവർധനയുടെ പുനരാലോചനയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. പൂർണ്ണമായും വിലവർധനവ് പിൻവലിക്കാനുള്ള സാധ്യതയില്ല. ഭാഗികമായെങ്കിലും വില കുറയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. LDF കൺവീനർ EP ജയരാജൻ തന്നെ ഈ സെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരത്തിൽ വിലവർധന പിൻവലിക്കുന്നതിന് അല്ലെങ്കിൽ ഭാഗികമായി പിൻവലിക്കുന്നതിന് ഒരു ആലോചനയുണ്ടെങ്കിൽ ഈ ബജറ്റിന്റെ പൊതുചർച്ചാ വേളയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അക്കാര്യം പറയാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും സഭയ്ക്ക് പുറത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് UDF ആലോചിച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി UDF യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ UDF യോഗത്തിൽ ഭാവി സമരപരിപാടികൾ ആലോചിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 12 മണിയോടുകൂടിയായിരിക്കും 11-12 മണിയോടുകൂടിയായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു നിയമസഭാ മാർച്ച് നടക്കുക. വ്യക്തമാണ് ശരത്. സംസ്ഥാന ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമാകും. നികുതി വർധനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. കേന്ദ്രത്തിന്റെ ധനനിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റു പോംവഴികളിൽ നിന്ന് പ്രതിരോധമാകും ഭരണപക്ഷം തീർക്കുക. സമരപരിപാടികൾ ശക്തമാക്കാൻ UDF യോഗം ഇന്ന് ചേരും. നികുതി വർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നിയമസഭാ മാർച്ച് നടത്തും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശരത്.